അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് ചെമ്മീൻ വറുത്തൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിനും അപ്പത്തിനും ഒക്കത്തിനും നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം അരപ്പുണ്ടാക്കണതിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ആദ്യം വറുത്തെടുക്കണം. ആ വറുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഒരു 1/4 ടീസ്പൂൺ. ഞാൻ തേങ്ങ കുറച്ചായതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് വലിയ ജീരകം, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി വേണം, കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഓണാക്കി നല്ലോണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നല്ലോണം മൂത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ചൂടാറിയതിൻ്റെ ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വേണം അരക്കാൻ. ഇത് ചൂട് പോയതിൻ്റെ ശേഷം വേണം മിക്സിയിലിടാൻ, അല്ലെങ്കിൽ മിക്സിയുടെ കത്തി ലൂസാവും ചൂടുകൊണ്ട്. സ്പീഡ് കൂട്ടി കൊടുത്ത് അപ്പോൾ ഇത് തേങ്ങ വറക്കുമ്പോൾ ഇതിലെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. തേങ്ങ നല്ല മൂത്ത് വന്ന് അത്യാവശ്യം നല്ല മൂക്കണം കേട്ടോ. വാടിയാൽ ആ തേങ്ങ വറുത്തതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. എന്താ കളറ് മാറിയിട്ട് ഇതേപോലെ ആവണം, എന്നാലും പൊടിച്ചെടുക്കാനും എളുപ്പമാണ്. ഇതിലുള്ള ഇലകളൊക്കെ ഇങ്ങനെ പൊട്ടണം. പിന്നെ തീ ഓഫാക്കിയിട്ട് ഈ ചൂടിലിങ്ങനെ ഇരുന്നാൽ കംപ്ലീറ്റ് നല്ലോണം മൂത്ത് കിട്ടും. എല്ലാം ചൂടാറിയതിൻ്റെ ശേഷം വേണം മിക്സിയിലിടാൻ. അപ്പോൾ ഇനി കറി ആക്കാൻ ചട്ടിക ചൂടാറുമ്പോൾ തേങ്ങ ചൂടാറുമ്പോഴത്തേനും ചെറിയ തീയിൽ ഇവിടെ കറി വെക്കാൻ തുടങ്ങാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണ് മല്ലി, പിന്നെ മുളക് പൊടി അതേപോലെ 1 സ്പൂണ്. ഞാൻ തീ ഓഫാക്കിയതിനെ കരിഞ്ഞു പോവും. അപ്പോൾ തീ ഓഫാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിങ്ങനെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഇനി വേണ്ടത് തക്കാളിയാണ് വേണ്ടത്. അപ്പോൾ ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ തീ ഓഫാക്കിയതാണ്. പിന്നെ 2 പച്ചമുളകും കീറിയിട്ടുണ്ട്. ഇനി തീ ഓണാക്കാം. സ്റ്റീൽ പാത്രം ആയാൽ വേഗം കരിഞ്ഞു പോകും. ഈ തക്കാളിയൊക്കെ നല്ല വെന്ത് വരണം. അപ്പം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വേവിച്ചെടുക്കുക. വറുത്ത തേങ്ങ ആയതുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കാനില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെന്തതിന് ശേഷം ചെമ്മീനിട്ട് വെന്തതിന് ശേഷമാണ് തേങ്ങ ഒഴിക്കാനുള്ളത്. ഇതൊന്ന് വേവട്ടെ. തക്കാളിയൊക്കെ നല്ല വെന്തുടയണം. തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി, ഇനി അതിലേക്ക് കഴുകി വെച്ച ചെമ്മീനിടാം. ചെമ്മീൻ ഞാൻ അതിൻ്റെ തലയൊക്കെ എടുത്തിട്ടുണ്ട്. തല കളയാതെ എടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ചെമ്മീൻ. ചെമ്മീന് വലിയ വേവൊന്നുമില്ല, എന്നാലും കുറച്ചൊന്ന് വെന്തതിന് ശേഷം തേങ്ങ ഒഴിക്കാൻ പറ്റുള്ളൂ.
ഇപ്പം ചെമ്മീനൊക്കെ ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വേവായിട്ടുണ്ട്. അധികം വെന്ത് താണ്ടപ്പോൾ റബ്ബർ പോലെ ആകും കൂടുതൽ വേകുമ്പോൾ. അപ്പം ഞാൻ വറുത്ത് വെച്ച ആ തേങ്ങ ചെറിയ ജാറിലിട്ടിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. തേങ്ങ വറുത്താൽ വെള്ളം ആദ്യം ഒഴിക്കരുത്, പൊടിച്ചെടുക്കണം. എന്നാൽ പിന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഈ തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടി പോവാതെ ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഇത് തേങ്ങ വറുത്തത് ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം തിളക്കരുത്. അപ്പം അത് തേങ്ങ വേറെയും വെള്ളം വേറെ ഇങ്ങനെ ആയിട്ട് നിൽക്കും. ഇത് അപ്പത്തിന് കൂടെ നല്ല ഒരു കറിയാണ്. രാവിലെ ദോശക്കൊക്കെ ഉണ്ടാക്കിയാൽ ചോറിന് കൂടി ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. പിന്നെ കുറച്ച് ഉപ്പ് ഇടാണ്ട് പിന്നെ ആവശ്യമുണ്ട്. ഇതിങ്ങനെ എല്ലാവരും ഒന്ന് കറി ഉണ്ടാക്കി നോക്കുന്നത് നല്ല രസമാണ്. എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മൾ വല്ലാതെ വെട്ടി തിളക്കരുത്. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കറി അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങ ഒക്കെ നല്ല വെന്തതാണ്. ഇനി തീയൊന്നും ഓഫ് ചെയ്യില്ല. ഞാൻ കറിയിലേക്ക് ഉള്ളി വഴറ്റിയിടാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെ കറിയിലേക്ക് അതുകൊണ്ട് ഒഴിക്കാം. അപ്പോൾ ചെമ്മീൻ വറുത്ത അരച്ച കറി ഇവിടെ റെഡിയായി. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ്. രാവിലെ ഇതിപ്പോൾ ദോശക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചക്കും കൂടി ഇത് മതിയാവും. ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് ചെമ്മീൻ വറുത്ത അരച്ച കറി. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെമ്മീൻ തൊലിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം എടുത്ത് ഉണ്ടാക്കാം. ചെമ്മീൻ തൊലിക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയെല്ലാം എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ.